ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അതിലിരിക്കുന്ന ആ ഒരു മനുഷ്യനെ എൻ്റെ ഫേസ്ബുക്ക് കാണുന്ന എല്ലാ കൂട്ടുകാരും ആ മനുഷ്യനെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും ദൈവമുണ്ട്, എല്ലാവരും ഞങ്ങളുടെ മതം ദൈവം വലുത്, ഞങ്ങളുടെ ദൈവം വലുത്, ഞങ്ങളുടെ ദൈവം വലുത് എന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ജനങ്ങൾ വസിക്കുന്ന നാട്ടിൽ ദൈവം എന്തുകൊണ്ട് അവരിൻ്റെ ബുദ്ധിമുട്ടുകൾ, അവരിൻ്റെ ഭക്ഷണം, പോഷകാഹാരങ്ങളില്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ എന്തുകൊണ്ടാണ് നാട്ടിൽ വരാത്തത്? എൻ്റെ ചോദ്യമാണ്. അതിന് ഉത്തരം എനിക്ക് ജനങ്ങൾ തരണം. എല്ലാവരും, ഞാൻ പറയുന്നത്, ഒരുപാട് പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മളുടെ ഇന്ത്യയിലുണ്ട്, ലോകത്തുണ്ട്. അതെന്തുകൊണ്ടാണ് അപ്പോൾ ഈ ദൈവം കാണാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. എനിക്കിതുവരെ ഞാൻ ഒരുപാട് വീഡിയോകൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആരും അതിനുള്ള ഉത്തരം തന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നു എൻ്റെ മതം വലുതാണ്, ഇല്ലെങ്കിൽ എൻ്റെ ദൈവം വലുതാണെന്ന്. വേറെ മതക്കാർ പറയുന്നു ഞങ്ങളുടെ ദൈവമാണ് വലുത് എന്ന്. വേറൊരു മതക്കാർ പറയുന്നു ഞങ്ങളുടെ ദൈവമാണ് വലുത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് ദൈവമോ വലുതായിക്കോട്ടെ, ഈ ഉള്ളവൻ ദൈവം വലുതാണ് 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 എന്ന് പറയുകയല്ലാതെ ഇതുപോലെയുള്ള ജനങ്ങളിനെ എന്തുകൊണ്ട് ദൈവങ്ങൾ കാണുന്നില്ല? മൂന്നാക്കി തിരിച്ചിട്ടുണ്ടല്ലോ മതങ്ങളിനെ: ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു. ഈ മൂന്ന് ദൈവങ്ങൾക്കും എന്തുകൊണ്ട് ഈ ലോകത്തിൽ ഈ കഷ്ടപ്പെടുന്ന മനുഷ്യരെ കാണുന്നില്ലേ? ആ നാട്ടിലെന്താ ദൈവം പ്രത്യക്ഷപ്പെടാത്തത്? ഇല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് അവരെൻ്റെ പട്ടിണി മാറ്റി കൊടുക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കാത്തത്? ഇതാണ് എൻ്റെ ചോദ്യം. ഉള്ളവർക്ക് ദൈവം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ഇല്ലാത്തവൻ പട്ടിണി കിടന്ന് മരിക്കുകയല്ലാതെ. ഇപ്പോൾ എത്രയോ ജനങ്ങൾ ഭക്ഷണമില്ലാതെ റോട്ടിൽ കിടന്ന് മരിക്കുന്നു, പിച്ചയെടുക്കുന്നു, അനാഥാശ്രമങ്ങളിലേക്ക് പോകുന്നു, എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നു. നാളെ എൻ്റെയും അവസ്ഥ ഇതൊക്കെ ആകുമോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ചില സമയങ്ങളിൽ ദൈവത്തോട് എനിക്ക് വെറുപ്പ് തോന്നുന്ന സമയങ്ങളാണ്. ഇങ്ങനെയൊക്കെ എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ യൂട്യൂബുകളിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഒരുപാട് അനീതികൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയൊരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അനീതി നടക്കുന്നവർക്ക് നേരെ നടപടിയെടുക്കാത്തത്? ദൈവം വകുപ്പുകളുണ്ട്, നിയമങ്ങളുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്. അവരെല്ലാം കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ ദൈവങ്ങൾക്ക് എന്തുകൊണ്ടാണ് എല്ലാത്തിനും കൂടുതൽ ശക്തിയുണ്ട് എന്ന് കരുതിയാണല്ലോ ദൈവങ്ങളിനെ മനുഷ്യന്മാർ പോയിട്ട് തൊഴുതുന്നത്. ആ ദൈവത്തിൻ്റെ അടുത്ത് പോയാൽ ഇങ്ങനെ നടക്കും, ഈ ദൈവത്തിൻ്റെ അടുത്ത് പോയാൽ ഇങ്ങനെ നടക്കും, ഈ ദൈവമുണ്ട് എന്ന് അഭിനയിക്കുന്ന മനുഷ്യന്മാരുടെ അടുത്ത് പോയാൽ നടക്കും എന്ന് പറഞ്ഞ് പല മതക്കാരും പലതും പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ജനങ്ങളിനെ ദൈവം കാണാത്തത്, അവരിൻ്റെ പട്ടിണി മാറ്റി കൊടുക്കാത്തത്? അതാണ് എൻ്റെ ചോദ്യം. അല്ലെങ്കിൽ എത്രയോ പൈസക്കാരുണ്ട്, ഈ പൈസക്കാരെന്തുകൊണ്ട് ആ നാട്ടിൽ പോയിട്ട് കുറേ പൈസകൾ അവർക്ക് കൊടുത്ത് സഹായിച്ചൂടെ? ആ പട്ടിണി കിടക്കുന്ന നാട്ടിലത്തെ ജനങ്ങൾക്ക് സഹായിച്ച് ആ നാട്ടിനെ രക്ഷപ്പെടുത്തിക്കൂടെ? അവിടെ ഇതുപോലെയുള്ള ഭരണഘടനകളില്ലേ? ഇല്ലെങ്കിൽ മന്ത്രിമാരില്ലേ? ഇല്ലെങ്കിൽ ഭരണഘടനയില്ലേ? ഇല്ലെങ്കിൽ നിയമവും വകുപ്പൊന്നും ഇല്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. ഏതെല്ലാം രാജ്യത്തിലെ ആൾക്കാർ പോയി ജോലി ചെയ്ത് ജീവിക്കാൻ പല നാട്ടുകളിലും പോണു. അപ്പോൾ എന്തുകൊണ്ടാണ് ആ നാട്ടിൽ പോയിട്ട് കുറേ ജനങ്ങൾ ദൈവത്തിൻ്റെ പേരും പറഞ്ഞെന്നാൽ കുറേ പൈസ അവർക്ക് കൊടുത്തൂടെ? അപ്പോൾ ഞാൻ ഒന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവനവൻ നന്നാകാൻ വേണ്ടി കുറേ എന്തൊക്കെയോ കാണിച്ചു കൂട്ടലുകളാണ്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ്, രാഷ്ട്രീയം പറഞ്ഞ്,
ഞങ്ങളുടെ രാഷ്ട്രീയമാണ് വലുത്, നിങ്ങളുടെ രാഷ്ട്രീയമാണ് വലുത് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങളുടെ ദൈവമാണ് വലുത്, ഞങ്ങളുടെ ദൈവമാണ് വലുത് എന്ന് പറഞ്ഞ് കുറേ പൈസ ഉണ്ടാക്കുക എന്നല്ലാതെ ഇതിൽ ഒരു യാഥാർത്ഥ്യവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എൻ്റെ ഈ ഫേസ്ബുക്കിലെ ആ ഒരു പോസ്റ്റിന് ചോദ്യമാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്. എല്ലാവരും ദയവ് ചെയ്തിട്ട് എനിക്കിതിനൊരു മറുപടി തരണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത്. ഞാൻ ഏത് മതക്കാരനെയും പേരെടുത്ത് പറയുന്നില്ല, രാഷ്ട്രീയക്കാരനെയും പറയുന്നില്ല. ഇനി ഞാൻ ഏത് രാഷ്ട്രീയക്കാരനെയും ഏത് മതക്കാരനെയും ഞാൻ പറയാൻ തയ്യാറില്ല. ദൈവം എന്ന ഒരു ശക്തി ഈ ലോകത്തിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുപോലെയുള്ള നടക്കുന്ന ലോകത്തിലെ നാട്ടിൽ പോയിട്ട് ദൈവങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപത്തിൽ മനുഷ്യന്മാരവിടെ പോയി കുറേ പ്രാർത്ഥിച്ചിട്ട് അവരിൻ്റെ കാര്യങ്ങൾ നടത്തി കൊടുത്തൂടെ എന്നാണ് എൻ്റെ ചോദ്യം. ഇതിനുള്ള മറുപടി തരണം. ഓക്കെ, അതോടുകൂടിയിട്ട് എനിക്ക് എല്ലാവരും സപ്പോർട്ടും ചെയ്യും. ഓക്കെ, ബായ്.